ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോണപ്പനാൻ്റെ സമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന CapCut എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ CapCut എന്ന് പറയുന്ന ഒരു ഫ്രീ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ CapCut വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കണം. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന മാക്കാണ് കേട്ടോ. നിങ്ങൾക്കിത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ മാക്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എനിക്ക് ഒരു അക്വേറിയത്തിലൊരു വീഡിയോ ആണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് പിടിക്കുക. അതിനുശേഷം ഇങ്ങോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ടൈം ലൈനിലേക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം വീഡിയോ ഇമ്പോർട്ട് ആവും. ഇനിയിപ്പം റൈറ്റ് സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, മൗസ് ആക്കുന്നിടത്ത് റൈറ്റ് സൈഡിൽ ഒരു ആഡ് ബട്ടൺ ഉണ്ട്. അതിങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ സൂം, അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഇച്ചിരിയും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ക്ലിപ്പിൻ്റെ എല്ലാം വോയിസുകളാണ്. അപ്പോൾ ഇത് ചെയ്യാൻ രണ്ട് മാർഗ്ഗമുണ്ട്. ആദ്യത്തെ വേയാണ് ഈ വോയിസിൻ്റെ ഇവിടെ അടിയിൽ ഇങ്ങനെ ഒരു ആരോ വരും. നമ്മളിങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആരോ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് താഴേക്കും മുകളിലേക്ക് വെക്കാം വോയിസ് കളയണ്ടേ. പക്ഷേ ഇതിപ്പോൾ കുറേ ക്ലിപ്പുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമ്മളങ്ങനെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ സമയം പോവും. അപ്പോൾ അതിനായിട്ട് ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ക്ലിപ്പും നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ ഓഡിയോ ഉണ്ട്, അത് നമ്മളിത് ഇതുപോലെ 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ക്ലിപ്പിൻ്റെ ഓഡിയോയും പോയി കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, അത്ര സിമ്പിളാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആനിമേഷൻ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഡിൽ വീഡിയോ, ഓഡിയോ, സ്പീഡ്, അതുപോലെ തന്നെ ആനിമേഷൻ ഞെക്കുക. എന്നിട്ട് ഇപ്പം എനിക്ക് തുടക്കത്തിൽ എന്ത് ആനിമേഷനാണ് വേണ്ടതെന്നാണ്, ഈ ഒരു ക്ലിപ്പിൻ്റെ തുടക്കത്ത് എന്ത് ആനിമേഷൻ വേണമെന്നാണ് ചോദിക്കുന്നത്. സോ ഞാനിവിടെ ഫെയ്ഡ് ഇന്നാണ് കൊടുക്കുന്നത്. ഫെയ്ഡ് ഇൻ കൊടുത്തിട്ട് നമുക്ക് താഴെ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ കൂട്ടി കൊടുക്കാം. കണ്ടോ, കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാവും. ഇനിയിപ്പോൾ അവസാനം നമുക്കൊരു ആനിമേഷൻ വേണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇൻ മാറ്റിയിട്ട് ഔട്ടാക്കുക. ഔട്ട് കൊടുത്തിട്ട് നമ്മൾ ഫെയ്ഡ് ഔട്ട്, ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഞാൻ ഫെയ്ഡ് ഔട്ട് കൊടുക്കുന്നുണ്ട്. ഫെയ്ഡ് ഔട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചിലത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്ര ഡയമണ്ട് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് പൈസ കൊടുക്കണം എന്നാണ് അതിനൊക്കെ. സോ ഇത് മുക്കാൻ ഫ്രീ ആണ്, പക്ഷെ ചിലതിനൊക്കെ നല്ല ഇതിനൊക്കെ പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം ഫെയ്ഡ് ഔട്ടാണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ നമുക്കിങ്ങനെ കൂട്ടി കൊടുക്കാം. ഇതും നമ്മുടെ ഫസ്റ്റ് 1.7 ആണ്. അപ്പോൾ ഇതും നമുക്ക് 1.7 ആക്കി കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനത്തെ ഫെയ്ഡ് ഔട്ട്. ഓക്കെ, ഇനിയിപ്പം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആവശ്യമില്ലാത്ത ക്ലിപ്പ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടിരുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഉണ്ടോ ഫോൺ താത്തി വീഡിയോ ഇതാക്കി. അപ്പം ഇവിടം വരെ എനിക്ക് മതി, ഇവിടം വരെ മതി. അപ്പോൾ 2 വഴിയുണ്ട്. നിങ്ങളൊരു മാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ Command-Shift-B അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ സ്പ്ലിറ്റ് ആവും. ഇതുപോലെ സ്പ്ലിറ്റ് ആവും. എന്നിട്ട് ഞെക്കിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സ്പേസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ ക്ലിപ്പ് ഡിലീറ്റ് ആവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സമയത്ത് ബി ഞെക്കാം. ബി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ മൗസ് മാറി. കണ്ടോ, മൗസ് മാറിയിട്ട് ഇപ്പോൾ ഒരു ക്ലിപ്പ് ഇതിങ്ങനെ നമുക്ക് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ ഇവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഞെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, മൗസല്ല ഇപ്പോൾ വേറൊരു സാധനമായി. കണ്ടോ, വേറെ എന്തോ ഒരു ടൂൾ. ഇനി ഞാൻ വീണ്ടും ഞെക്കുവാണ്. ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പഴയ പോലെ മൗസിലേക്ക് വരും. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ആൻഡ്രോയിഡിൽ ചെയ്യേണ്ടത്. കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഭാഗം ആൻഡ്രോയിഡിൽ ഡിലീറ്റ് ബട്ടൺ ആയിരിക്കും. ഇല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക് സ്പേസ് ബട്ടൺ ഞെക്കിയാൽ മതി. ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ആ ക്ലിപ്പ് ഡിലീറ്റ് ആവും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, അത്രയ്ക്ക് ഈസിയാണ്. ഇനിയിപ്പം വേറൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലിപ്പ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പിൻ്റെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുക അങ്ങോട്ടും. അപ്പോൾ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും ഇതിൻ്റെ
പക്ഷെ നിങ്ങൾക്ക് മിഡില്ല ഇങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം, ഒരു ഭാഗം മിഡിലിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി ഞെക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും എ ഞെക്കുക, എന്നിട്ട് ആ മിഡിലുള്ള ആവശ്യമില്ലാത്ത ക്ലിപ്പ് ഞെക്കുക, എന്നിട്ട് ബാക്ക് സ്പേസ് ബട്ടൺ ഞെക്കുക. അപ്പോൾ അത്രയ്ക്ക് യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ എനിക്കിത് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ പോവുക, എന്നിട്ട് ടെക്സ്റ്റ് ഉണ്ട് ഇത്ര ഞെക്കുക, എന്നിട്ട് ടെക്സ്റ്റ് എഫക്ട്സ് കൊടുക്കുക, അതിൽ ട്രെൻഡിങ് കൊടുക്കുക. അപ്പോൾ പ്രോ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാം പൈസ കൊടുക്കേണ്ടതാണ്. ട്രെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ചിലതിന് പൈസ കൊടുത്താൽ മതി, ചില നല്ലതൊക്കെ ഉണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇതുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ആഡ് ഇങ്ങോട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഡയമണ്ടൊക്കെ ഉള്ള പൈസ കൊടുക്കേണ്ടതാണ്. അപ്പം ഡയമണ്ട് ഇല്ലാത്തതാണ് എടുത്തത്, എന്ന് വെച്ചാൽ ഫ്രീ. എന്നിട്ട് ഡിഫോൾട്ട് ടെക്സ്റ്റ്, മുകളിൽ പോയിട്ട് നമുക്ക് ഈ ഡിഫോൾട്ട് ടെക്സ്റ്റ് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ടെക്സ്റ്റ് എന്നാണ് ഇടുന്നത്, നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫോണ്ട്, ഇവിടെ ഫോണ്ടാണ്, ഇഷ്ടമുള്ള ഫോണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഈ ഫോണ്ടാണ് ആക്കുന്നത്. കുറേ ഫോണ്ട് ഉണ്ട് കേട്ടോ, ഇതുകൊണ്ടാണ് കേട്ടോ, കുറേ നല്ല നല്ല ഫോണ്ടുണ്ട്. എനിക്ക് വേണം ഇപ്പോൾ ഇതാക്കാം കേട്ടോ, കുറേ നല്ല ഫോണുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതും ചെറുതും ആക്കാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേന് ഒരു സൈഡിലാണ് വെക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ ടെക്സ്റ്റിനൊരു ആനിമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞതിൽ നമ്മളിത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആനിമേഷൻ പോകുക, അതിനുശേഷം ഇന്ന് കൊടുക്കണം. ഇന്നിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ഇത് കൊടുക്കുക, എന്നിട്ട് ഡ്യൂറേഷൻ ഒരു 1 സെക്കൻഡെങ്കിലും വെക്കണം. അതിന് ശേഷം ഔട്ട് കൊടുക്കുക, അതിനുശേഷം ഔട്ടിൽ എനിക്ക് ഇത് മതി, എന്നിട്ട് ഔട്ടിലും ഒരു 1 സെക്കൻഡ് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇങ്ങനെ ആയിരിക്കും, ഇത് നമുക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റിനും ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റ് സംഭവം എല്ലാം വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓഡിയോയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഈ ഒരു ക്ലിപ്പിന് ചിലപ്പോൾ ഓഡിയോ കൂട്ടണമെങ്കിൽ ഓഡിയോയിൽ പോയിട്ട് നമുക്കിങ്ങനെ ഇതാക്കിയാൽ മതി. ഇല്ലാണ്ട് നമുക്ക് പാട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, മ്യൂസിക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫെയ്ഡ് ഇന്നുണ്ട്. അപ്പോൾ ഫെയ്ഡ് ഇൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് സൗണ്ട് ഇങ്ങനെ കയറി വരത്തില്ല, ചെറുതായിട്ടൊരു സൗണ്ട് ഇതിങ്ങനെ തുടങ്ങുന്നിട്ട് ഇങ്ങനെ സൗണ്ട് റൈസ് ആവും. അപ്പോൾ അതാണ് ഇത്. ബാക്കിയുള്ളതിനെല്ലാം പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. പിന്നെ വോയിസ് ചേഞ്ചറുണ്ട്, എല്ലാത്തിനും പൈസ കൊടുക്കണം. ചിലതിനൊന്നും 2-3 പൈസ കൊടുക്കണ്ട. ഇനിയിപ്പോൾ അടുത്തതായിട്ട് സ്പീഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ സ്പീഡ് വെക്കുക, എന്നിട്ട് സ്പീഡ് ഇങ്ങനെ കൂട്ടാം. അപ്പോൾ അതെ വീഡിയോൻ്റെ സ്പീഡ് കണ്ടോ ഭയങ്കര സ്പീഡായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ചിലൊരു ഭാഗം, ഇന്നൊരു ഭാഗം മാത്രം ക്ലിപ്പിൻ്റെ സ്പീഡ് കൂട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി ഞെക്കുക, എന്നിട്ട് എനിക്ക് ഈ ഭാഗവും ഇത്രയും വരെ സ്പീഡ് കൂടിയാൽ മതി. വീണ്ടും എ ഞെക്കുക, ക്ലിക്ക് ചെയ്യുക, സ്പീഡ് പോവുക, എന്നിട്ട് ഇങ്ങനെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കളറൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഇപ്പം മിഡിലിടുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ ഇപ്പോൾ മിഡിലാണ് ഇട്ട് ചെയ്യുന്നത്. പിന്നെ സാച്ചുറേഷൻ ഉണ്ട്. കുറേ സാച്ചുറേഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ഓവറായിപ്പോവും. സോ നമുക്കൊരു ഇതിവിടെ വെക്കാം. പിന്നെ നമുക്കുള്ള എക്സ്പോഷർ നമുക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കാം. കോൺട്രാസ്റ്റ് ഉണ്ട്, ഹൈലൈറ്റ് ഉണ്ട്, ഷാഡോസ് ഉണ്ട്, വൈറ്റ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്രില്യൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങൾ ഫുള്ള് ഫ്രീ ആണ്. ഓക്കെ, ഇത് മാത്രം ഫ്രീ അല്ല. പക്ഷേ അതല്ലാണ്ട് ഇതിൻ്റെ താഴേക്കുള്ളത് ഈ ടെമ്പറേച്ചറും ടിൻറ്റും സാച്ചുറേഷനും ലൈറ്റ്നസ്സും എക്സ്പോഷർ ഇങ്ങനത്തെ പറഞ്ഞ സംഭവം ഫുള്ള് ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ HSL, കർവ്സ്, കളർ വീൽ. ഈ കളർ വീൽ നമുക്ക് ചുമ്മാ വേണേൽ ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ചുമ്മാ ട്രൈ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷേ ഇതിന് സത്യം പറഞ്ഞാൽ പൈസ കൊടുക്കണം. സോ അപ്പോൾ ഞാൻ കളർ വീൽ ഓഫാക്കി വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് ചുമ്മാ ട്രൈ ചെയ്യാം, പക്ഷേ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു വരും. സോ ഞാൻ ഇപ്പോൾ ഇവിടെ ഓഫാക്കി വെച്ചേക്കുവാണ് കളർ വീൽ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തായിട്ട് ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറയാൻ മറന്നുപോയ ഒരു സംഭവമാണ് ഈ റേഷ്യോ. അപ്പം റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ഒരു ഇതാണ്, ഒക്കെ ഒരു സൈസ് എന്തോരം വേണമെന്നുള്ളത്. ഇപ്പം യൂട്യൂബ് വീഡിയോസിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 16:9 ഇടണം. അപ്പം ഇത് യൂട്യൂബിനുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ 9:16 ആണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഷോർട്സിനത് യൂസ് ആവും.
കണ്ടോ ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ് പോലെ. അപ്പോൾ അതാണത്. പിന്നെ അടുത്തതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് ചെയ്യുന്നത്. ഈ ഒരു ക്ലിപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ്, ഈ ഒരു ക്ലിപ്പിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്ലിപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയൊരു ട്രാൻസിഷൻ വേണ്ട. അപ്പം മുകളിൽ പോയിട്ട് ട്രാൻസിഷൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറേ ട്രാൻസിഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ട്രാൻസിഷൻ എടുത്തിട്ട് എൻ്റെ നടുക്കിൽ വെക്കുക, ഓക്കെ അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡ്യൂറേഷൻ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 1.5 ആണ് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ട്രാൻസിഷൻ വന്നിട്ടുണ്ട് ആ ഒരു 2 ക്ലിപ്പിൻ്റെ മിഡിലായിട്ട്. അപ്പം കുറേ ട്രാൻസാക്ഷൻ ഉണ്ട്. ചിലതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയമണ്ട് ഉള്ള പൈസ കൊടുക്കണം, പക്ഷേ ചില നല്ലതുകൊണ്ട് പൈസ കൊടുക്കുകയും വേണ്ട. സോ അതത്രേ ഉള്ളൂ. പിന്നെ നമുക്കിത് എഫക്ട്സ് വരുന്നുണ്ട്. എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണം ഗ്ലിച്ച്, ഇങ്ങനത്തെയൊക്കെ എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു എഫക്ട്സ് ഈ ഒരു ക്ലിപ്പിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഫുള്ള് ഗ്ലിച്ചാകുന്ന പോലെ ഒരു എഫക്ട്സ് വരും. ഇതെല്ലാം അടിപൊളിയാണ്. പിന്നെ അടുത്തായിട്ടുള്ളതാണ് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഉണ്ടോ പല സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ചും ചെയ്യാം. ഫണ്ണി ഇമോജി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പല ഫണ്ണി ഇമോജി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്നും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അതത്രേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫിൽറ്റേഴ്സ്. ഒക്കെ പല ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിനൊക്കെ വേണമെങ്കിൽ തന്നെ പല ഫിൽറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന ഫുൾ ബിഗിനർ സംഭവങ്ങളാണ്. അപ്പം ബിഗിനറിന് എങ്ങനെ പഠിക്കുക എന്നുള്ള ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നേക്കുന്നത്. സോ ഏകദേശം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാപ്കട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ആൻഡ്രോയിഡിലും. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇതേ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ആൻഡ്രോയിഡിലും. സോ നിങ്ങൾക്ക് മാക്കില്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നോക്കിയാലും പഠിക്കാം കേട്ടോ. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് കാണും. അത് നമുക്ക് ഇഷ്ടമുള്ള പേരാക്കും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് അക്വേറിയം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. പിന്നെ നമുക്ക് എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ്. ഞാനിവിടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ ഇവിടെയായിട്ട് വീഡിയോ വരും. അപ്പം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസൊല്യൂഷൻ, ഇപ്പോൾ ഞാൻ ഇവിടെ 4K ഇട്ടേക്കണം. 4K ആണ് മാക്സ്. അപ്പോൾ അത്രയും വരും. നിങ്ങൾ 480p ഇടുന്നത് ഭയങ്കര ക്ലിയർ കുറവ്, അത് കുറേ പേർക്ക് അറിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ കണ്ടോ സൈസ് കുറയും നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും. പക്ഷേ 480p ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ കാണത്തില്ല. സോ നിങ്ങൾ 4K ഇടുന്നതാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് ബിറ്റ് റേറ്റ് ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡഡ് അല്ല ഹയർ ഇടാം. ഹയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് കൂടുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോഡൊക്കെ ഇപ്പം നമുക്ക് ഏത് ഇതിലാണ് വേണ്ടതെന്ന് ഇപ്പോൾ ആപ്പിൾ പ്രോസസ്സിലിട്ട് കഴിഞ്ഞാൽ 42 GB വരും. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് ഒരുപാട് എടുക്കും. സോ ഇത് തന്നെയാണ് നല്ലത്. HEVC എന്ന് പറഞ്ഞത് എഫിഷ്യൻറ്റ് കംപ്രഷനും അതുപോലെ തന്നെ സേവിങ് സ്പേസും. അപ്പോൾ ഇത് തന്നെയാണ് നല്ലത്. പിന്നെ അടുത്തതായിട്ട് ഫോർമാറ്റ്, അത് MOVയിൽ കിടക്കുന്നതാണ് നല്ലത്. ഓക്കെ, MOVയിൽ തന്നെ അത് മസ്റ്റായിട്ട് കിടക്കണം. പിന്നെയുള്ളതാണ് നമ്മുടെ ഫ്രെയിം റേറ്റ്. ഇപ്പോൾ നമ്മൾ സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 24 ഫ്രെയിംസ് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഹാൻഡ് ഹെൽഡ് ഫോട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ ചുമ്മാ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു 30 ഇല്ലെങ്കിൽ 60. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 60-30 ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം കേട്ടോ. നമ്മുടെ സൈസ് കൂടത്തില്ല. അപ്പോൾ ഞാൻ 24 ഇട്ട് കഴിഞ്ഞാലും സൈസ് കൂടുകയും കുറയത്തൊന്നുമില്ല. സോ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുത്താൽ നമ്മുടെ വീഡിയോ സെറ്റാവും. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ എക്സ്മി ജോൺ സ്ക്രീൻ സൈനിങ്.